അൽ ഹദീസു റാബിഉ, നാലാമത്തെ ഹദീസ്. റവീന, നമുക്ക് റിപ്പോർട്ട് ചെയ്തായി കിട്ടി ഈ സ്വഹീഹുൽ ബുഖാരിയിൽ ആരെ തൊട്ട്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ തൊട്ടാണ്. ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻകിബി, എന്റെ ചുമര് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഖാല പറയും ചെയ്തു. അവന്റെ തോൾ കൈ വെച്ചോണ്ട് നബി പറയാണ്, കുൻ ഫിദ്ദുന്യ, നീ ദുന്യാവിലയിക്കോ, കഅന്നക ഗരീബ്, ഒരു വിദേശിയെ പോലെ. അപ്പൊ നാട് വിട്ടുപോയ എന്തായിരിക്കും ഒരവസ്ഥ എന്നതുപോലെ. ഒരു നാട്ടിലേക്ക് തിരിച്ചു വരണ്ടേ, ആ ഒരു ചിന്തയല്ലേ, ഇവരവിടെ യാത്രക്കാരല്ലേ. അല്ലെങ്കിൽ സബീൽ, ഒരു വിദേശിയെ പോലെ ആവുക, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ അയക്കോ. ഈ രണ്ടാമൊരവസ്ഥ നിനക്കാവേണ്ടത് ദുന്യാവിലും. അപ്പൊ ദുന്യാവിൽ നമ്മൾ യാത്രക്കാരനാണ്, അല്ലെങ്കിൽ വിദേശിയാണ്. നമ്മുടെ സ്വദേശം എവിടെയാണ്? നാസറിൽ പോകണം, സ്വർഗത്തേക്ക്. അതിനാണ് നമ്മളിവിടെ വന്നത്. അത് ഇബ്നു ഉമർ തങ്ങളെ തോൾ പിടിച്ചുകൊണ്ട് നബി പറയുമ്പോ നല്ല വാത്സല്യത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമുക്കും ബാധകമാണ്. ഇബ്നു ഉമർ തങ്ങൾക്ക് മാത്രമല്ല ഉപദേശം, അതിൽ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഭാഗവാക്കാവേണ്ടതുണ്ട്. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഖൂൽ, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങൾ പറയുമായിരുന്നു, ഇദാ അംസൈത ഫലാ തന്തദിർ സ്വബാഹ, നീ പ്രദോഷ സമയത്തിലായാൽ പ്രഭാതം നീ പ്രതീക്ഷിക്കണ്ട. അങ്ങനെയുള്ള മനുഷ്യന്റെ ജീവിതം. നേരം വൈകുന്നേരമായാൽ നേരം പുലരും എന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ട. വൈദാ അസ്ബഹത, നീ പ്രഭാത സമയത്തിലായാലോ ഫലാ തന്തദിർ മസാ, എന്നാ വൈകുന്നേരം പ്രതീക്ഷിക്കണ്ട. ഇത്രയുള്ള മനുഷ്യന്റെ ആയുസ്. നേരം വെളുത്താ വെളുത്തു, അന്നുണ്ടെങ്കിൽ ഉണ്ട്. നേരം വൈകുന്നേരമായാൽ ഉണ്ടില്ലെങ്കില്ല. ഇങ്ങനെ ഓരോന്നും നമ്മൾ നോക്കുക. വൈകുന്നേരത്തിലാണെങ്കിൽ നാളെ നേരം വെക്കുമ്പോൾ എന്തായിരിക്കും പറയാൻ പറ്റില്ല. നേരം വെക്കുമ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ വൈകുന്നേരം എന്തായിരിക്കും പറയാൻ പറ്റില്ല. എന്നിട്ട് മഹാൻ പറയുന്നു, ഖുദ് നീ സിഹത്തിക്ക, നിനക്ക് ആരോഗ്യമുണ്ട്, ആ ആരോഗ്യത്തിന് നീ പിടിച്ചോ, നീ മറന്നിക്ക നിന്റെ രോഗത്തിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? രോഗിയാകുമ്പോൾ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ രോഗിയാവുന്നതിന് മുമ്പ് തന്നെ നീ എന്ത് ചെയ്തോ? ആരോഗ്യ സമയത്ത് ഇബാദത്ത് ചെയ്യും. അവൻ ഹയാത്തിക്കലി മൗത്തിക്ക, നിന്റെ ജീവിതം മരണത്തിന് വേണ്ടി നീ പിടിച്ചോ. മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുക. ആ മരിക്കുമ്പോൾ ആ മരണത്തിന് തയ്യാറായി നിന്നാല് അതിനുപകാരമായിരിക്കും ജീവിതം, വെറുതെ തലക്കാനുള്ളതല്ല. അത് ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലോ മരിച്ച കേസിലാവും. ഇങ്ങനെയാണ്. അൻഷദിന, അങ്ങനെ നമുക്ക് പാട്ടിട്ടി. ബാദും ഷുയൂഖിനെ ബാലിയും, നമ്മുടെ മശായിഖന്മാരിൽ നിന്ന് അവർ തമ്മിൽ ചില പാടിയിലുണ്ട്. ആ പാട്ട് നമുക്ക് കിട്ടി. അപ്പൊ ആ പാട്ടാണ് ഇവിടെ പറയാനുള്ളത്. പക്ഷെ എന്റെ സൗണ്ട് കേറില്ല. എന്നാലും ഞാൻ ഒപ്പിച്ചു തരാം. എന്റെ സൗണ്ട് പോയതാണ്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താ പാട്ട് അറിയോ? അയാ ഫിർഖത്തൽ അഹ്ബാബി ലാ ബുദ്ദ ലീ മിൻകി വയാ ദാറ ദുനിയാ ഇന്നനി റാഹിലും അൻകി. അയാ ഫിർഖത്തൽ അഹ്ബാബി, കൂട്ടുകാരും ഇഷ്ടക്കാരും വിട്ടുപിരിയുന്നത് അറിയണേ. വിട്ടുപിരിയുന്നതേ വിളിച്ചു പറയാണ്. ലാ ബുദ്ദലി മിൻകി, കൂട്ടുകാരെയും സ്നേഹിതന്മാരെയും വിട്ടുപിരിക്കുന്ന കാര്യം അതെന്താ? നിന്നെ തൊട്ട് എനിക്ക് കൂടാതെ കഴിയൂല. അപ്പൊ എനിക്ക് വിട്ടുപിരിഞ്ഞു പോണ്ടി വരും. വയാ ദാര ദുനിയാ, ദുന്യാവിന്റെ വീട്. ഇന്നനി റാഹിൽ അൻകി, നിന്നെ തൊട്ട് ഞാൻ യാത്ര പോകും. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് യാത്ര പോകും. ഈ വീട് എനിക്കുള്ളതല്ല. എന്റെ കൂട്ടുകാരും ഇഷ്ടക്കാരും കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. ഓരട്ടേച്ചൊക്കെ ഞാൻ പോകും. വയാ ഖസ്റൽ മാലി വലിൽ മുനാ വയാ സക്കറാത്തിൽ മൗതി മാലി വലിൽ ലഹ്കി. വയാ ഖസ്റൽ അയ്യാമി, ദിവസങ്ങളെ ചുരുക്കിക്കൊണ്ടിരിക്കുന്ന ചുരുക്കലെ. മാലി, എനിക്കെന്താ? വലിൽ മുന, മരണത്തിനും എന്താ? ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കല്ലോ. അപ്പൊ എന്റെ അവസ്ഥ എന്താണ്? ഞാൻ മരിക്കും, മരണത്തിനും എന്താണ്?
വയാ സക്കറാത്തിൽ മൗത്തി, മരണത്തിന്റെ വേദന. മാലി, എനിക്കെന്താണ്? ഒരു നിലയ്ക്ക് ചുരുക്കെന്താണ്? മരണത്തെ മറന്നുകൊണ്ട് ചിരിക്കുക, ദിവസം കഴിഞ്ഞുകൊണ്ട് ആലോചിക്കാതെ രസിക്കുക, അതാണ് ഉദ്ദേശം. ومالي لا بكي لنفسي بغيرة إذا كنت لا أبكي لنفسي فمن يبكي. വമാലി, എനിക്കെന്താണ്? ലാബിക്ക്, ഞാൻ കരയുന്നില്ല. ലിനഫ്സി, എന്റെ നെഫ്സിന് വേണ്ടി കരയുന്നില്ല. ഹലോ, അസ്സലാമലൈക്കും. 5 മിനിറ്റ് കഴിഞ്ഞോ? ആയിക്കോട്ടെ. ഏതാ ചെയ്യണ്ട്? ഞാൻ വിളിക്കണോ അതോ ഇങ്ങോട്ട് വിളിക്കണോ? ഞാനും മിസ്സൂടാ കഴിഞ്ഞാൽ. ആയിക്കോട്ടെ, ശരി. അങ്ങനെ എന്റെ നെഫ്സിന് വേണ്ടി ഞാൻ കരയുന്നില്ല. ഇബറത്തിൻ, നല്ല ഉത്ഭവത്തോടു കൂടി ചിന്തിച്ചു ഞാൻ കരയുന്നില്ല. ഒരു പാഠം ഉൾക്കൊണ്ട കരച്ചിലുണ്ട്. അത് എനിക്കെന്താ, ഞാൻ കരയുന്നില്ലല്ലോ. ഇതാ കുന്തു ലാ അബിക്കി നെഫ്സി, എന്റെ നെഫ്സിനെ ഓർത്തുകൊണ്ട് ഞാൻ കരയുന്നില്ലെങ്കിൽ ഫമൻ യബിക്കി, എനിക്ക് വേണ്ടി ആര് കരയുണ്ടാവും? ആരുണ്ടാവില്ല. അലാ അയ്യു ഹയ്യിൻ ലൈസ ബിൽ മൗതി മൂഖിനാ വഅയ്യു യഖീനിൻ മിൻഹു അശ്ബഹു ബിശ്ശക്കി. അലാ, അറിയണേ, അയ്യു ഹയ്യിൻ ലൈസ ബിൽ മൗതി മൂഖിനാ, ഏതൊരു ജീവനാണ് മരണം കൊണ്ട് ഉറപ്പിച്ചിട്ടില്ലാത്തത്? എല്ലാവർക്കും അറിയാം മരിക്കുന്നുണ്ടല്ലോ. അയ്യു യഖീനിൻ മിൻഹു, ആ മരണത്തെ കുറിച്ചുള്ള ഉറപ്പുണ്ട്. ഏത് ഉറപ്പാണ്? അശ്ബഹു ബിശ്ശക്കി, സംശയത്തിലൂടെ സാദൃശ്യമായ ഒന്നുമില്ല, എല്ലാം പരിപൂർണ്ണ ഉറപ്പാണ്. അപ്പൊ ഈ ബെയ്ത്തിലാകെ പറഞ്ഞപ്പോ എന്താ അറിയോ? നമ്മൾ ഇഷ്ടക്കാരുമായി വിട്ടുപിരിയും, അത് ഉറപ്പാണ്. വീടുണ്ട്, അത് നമ്മൾ വിട്ടേച്ച് യാത്ര പറഞ്ഞു പോകും. ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചിന്തിക്കുന്നത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മരണവേദന ഉണ്ട്, അത് ഓർത്ത് ചിരിക്കാൻ നിൽക്കണ്ട. പിന്നെ നെഫ്സിനെ ഓർത്തിട്ട് നല്ല പാഠം ഉൾക്കൊണ്ട് കരയണം. കരഞ്ഞിട്ടില്ലെങ്കിൽ ആരും കരയുണ്ടാവില്ല. ജീവനുണ്ടോ മരണം ഉറപ്പാണ്. മരണം ഉറപ്പിച്ചൊരു വ്യക്തിക്ക് സംശയവുമില്ല എന്നാണ് ആ 4ാമത്തെ ഹദീസിന്റെ കാര്യം മനസ്സിലാക്കി തന്നത്. അൽ ഹദീസുൽ ഖാമിസു, ഇനി 5ാമത്തെ ഹദീസ്. അതെന്താ? റുവീന, നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കിതാബി തുർമിദി, ഇമാം തുർമിദിയുടെ കിതാബിലുണ്ട്. ആരെ തൊട്ട്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട്. ഖാല, അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. എന്ത് അറിയോ? യദ്ഖുൽ ഫുഖറാഉ അൽ ജന്നത, സാധുക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഖബലൽ അഗ്നിയാഇ, സമ്പന്നന്മാർ പ്രവേശിക്കുന്നതിന് മുമ്പ്. ബി500 ആം, 500 വർഷം മുമ്പ് സാധുക്കളാണ് സ്വർഗത്തിലേക്ക് പോവുക. 500 വർഷം കഴിഞ്ഞിട്ടേ സമ്പന്നന്മാരെന്താവുള്ളൂ സ്വർഗത്തിൽ പോവുക. എന്താ കാരണം? സമ്പത്ത് കിട്ടിയിട്ട് അതെന്ത് ചെയ്തു, എവിടുന്ന് ഉണ്ടാക്കി, അത് ആർക്കെല്ലാം കൊടുത്തു, അത് കണക്കിന് ഒരുപാട് പറയേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ ഹിസാബും കഴിഞ്ഞിട്ട് പോകുള്ളൂ. അപ്പൊ സമ്പത്തുള്ള ആൾക്കാരെ ഹിസാബ് കഴിയാൻ 500 വർഷം പിടിക്കും. കാരണം അതിന്റെ മുമ്പ് സാധുക്കൾ പോകും. സാധുക്കൾക്ക് പ്രയാസമൊന്നുമില്ല. ഈ സാധു എന്ന് പറയുമ്പോൾ മുതലില്ലാത്തവർ മാത്രമല്ല, അള്ളാനെ പേടിച്ച് ജീവിച്ച് സമ്പത്തൊന്നുമില്ലാതെ പോയ ആൾക്കാർ ഇതാണ്. ആല തുർമദിയോ, ഇമാം തുർമദി തങ്ങൾ പറയുന്നു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ടായിട്ട്. ആല, അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യദ്ഖുലുൽ ഫുഖറാഉ, സാധുക്കളൊക്കെ പ്രവേശിക്കും. അൽ ജന്നത്ത, സ്വർഗത്തിൽ. ഖബല അഗ്നിയായി ബി500, മുതലാളിമാർ സ്വർഗത്തിലേക്ക് പോകുന്ന 500 വർഷം മുമ്പ് സാധുക്കാണ് പോവുക എന്ന് പറഞ്ഞു. 2 ഹദീസ് കൊടുത്തിട്ടുണ്ട്. ആല തുർമദിയോ, ഇമാം തുർമദി തങ്ങൾ പറയുന്നു, ഹദീസുൻ ഹസനും സഹീഹുൻ, തള്ളേണ്ട ഹദീസല്ല, ശരിയായ ഹദീസാണ്.
അസനുമാണ്. അപ്പൊ മതിഹി ഫുഖറായി സാധുക്കളെ പറ്റി മധുരയാണ്. ആ മധുഹിൽ കൊൽത്തു ഞാൻ പറഞ്ഞു എന്ത് وقائلة ما المجد للمرء والفخر وقلت لها شيء لبيض العلا مهر وقائلة ചോദിക്കുന്നൊരു പെണ്ണുണ്ട് മൽ മജിദു ലിൽ മർഇ വൽ ഫഖറു മനുഷ്യന് പവറുണ്ട് പഴമയുണ്ട് അതെന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന പെണ്ണ് വന്നപ്പോ കൊൽത്തൂലഹ ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞു ഒരു വസ്തു ഉണ്ട്. എന്താണ് വസ്തു? മെഹറു മേലെ നിൽക്കുന്ന വെളുത്ത സുന്ദരിയായ പെണ്ണുണ്ടെങ്കിൽ അവൾക്കല്ലേ മെഹർ എന്ന് ഞാൻ പറഞ്ഞു. അതാണ് പവർ, പാടുന്നല്ലാതെ. അപ്പൊ ആഖിറത്ത് പോണം. അമ്മാ ബനു ദുനിയ അപ്പൊ ദുന്യാവിന്റെ മക്കള് ഫഖറുഹും അപ്പോൾ അവർക്കുള്ള പവർ എന്താ? അൽ ഐന സമ്പത്താണ്. ഏതുപോലെയൊക്കെ സഹീരിൻ ഒരു പുഷ്പം പോലെ, നദീരിൻ നല്ല വർണ്ണമുള്ള തിളക്കമുള്ള പുഷ്പം, നാളെ ആ പുഷ്പം ഉണങ്ങിപ്പോകും. അപ്പൊ ഇന്ന് കാണുന്ന ഈ പുഷ്പം നാളെ വാടിപ്പോകും. അങ്ങനെയുള്ള ഒരു പുഷ്പം പോലെയുള്ള സമ്പത്തുള്ളൂ മുതലാളിമാരായ ആൾക്കാർക്കുള്ള പവർ പറയാനുള്ളത്. അപ്പൊ ദുന്യവിയായ ആൾക്കാർക്കുള്ള പവർ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാണ്. അപ്പൊ അമ്മ അപ്പോ ആഖിറത്തിന്റെ മക്കള് ഓല് ദാരിദ്ര്യത്തിൽ സന്തോഷിച്ചു പോകാൻ വേണ്ടത്. അവർക്ക് ദരിദ്രമാണ്, അവർ സമ്പത്തില്ല, അതിൽ അവർ പവറുള്ളവരാണ്. അതിന്റെ പ്രഭ അത് കൂടിക്കൊണ്ടേയിരിക്കും, കുറയില്ല. കാലം നീണ്ടു നിൽക്കും കാലത്തോളം അങ്ങനെ ഉണ്ടാവുന്ന. ഇവിടെ ദാരിദ്ര്യത്തിനാണ് പവർ. സമ്പന്നന്മാര് പലതും കളിക്കും. സാധുക്കളായ സമ്പത്തില്ലെങ്കിലും അള്ളാഹിനെ കുറിച്ചല്ല പുരോട് ജീവിക്കും എന്നാണല്ലോ. അപ്പൊ പവർ എന്താണ്? സാധുക്കൾക്കാണ്. അപ്പൊ സമയത്തോ ഞാൻ കേട്ടു ബാദൽ ഫുഖറായി അൽ വാജിദീന അനുഭവിച്ചറിഞ്ഞ ചില സാധുക്കൾ യഗ്നി അവർ പാടുന്നുണ്ട്, വയബിക്കി കരയുന്നുമുണ്ട്. എന്നിട്ട് വയക്കൂലുബി അനായിഹി ഇനായിഹി അവരുടെ പാട്ടിൽ അവർ പറയുന്നത് എന്താ അറിയോ? എന്താണ് പാട്ടിൽ പറഞ്ഞ ഫക്കീർ? ഖാല ലനാ ഹബീബുൽ യൗമ ലഹു വഅദല്ലനാന. എന്താ പറഞ്ഞത്? നമ്മളോട് നമ്മുടെ ഹബീബ് പറഞ്ഞത് എന്താ പറയുക? നബിയെ, ഇന്ന് അവർക്ക് നാളെ നമുക്ക് ഇങ്ങനെ വന്നത്. ഇതാണ് അവസ്ഥ. ഇതേ ഉള്ളു മനുഷ്യന്മാരുടെ അവസ്ഥ എന്നർത്ഥം. അപ്പൊ സൗണ്ടൊക്കെ പോയതുകൊണ്ടേ ഇത് നിർത്തിയാണ്, കഴിയുന്നില്ല. സൗണ്ട് കൂടുതൽ വേഗം വരാൻ വേണമെങ്കിൽ ആയിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് കുറച്ച് കഴിയൂല എങ്ങനെയാണോ. അപ്പൊ ക്ലാസ് മുടങ്ങിയത് എഴുതിയിട്ട് എടുത്തു തരാണ്. സൗണ്ട് തുറക്കട്ടെ എഴുതിയിട്ടു. അള്ളാഹു വേഗത്തിൽ എന്റെ സൗണ്ട് തുറന്നു തരട്ടെ. നമ്മളെല്ലാവരും സതുദ്ദേശം ഒന്ന് പൂർത്തീകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹുത്തെ തീർത്ത് പെരുമാറാവട്ടെ. പുണ്യ റബീന്റെ ബർക്കത്ത് പരിപൂർണമായി എടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.